ഹലോ, കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്നുള്ള സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കമ്പനീസ് ആക്ട്. കമ്പനി എങ്ങനെ ഫോം ചെയ്യണം, അതുപോലെ തന്നെ കമ്പനി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, കമ്പനി എങ്ങനെ വൈൻഡിങ് അപ്പ് ചെയ്യണം, അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട്. അതിനെയാണ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. കമ്പനീസ് ആക്ട് ഈസ് എ ലോ. അതൊരു നിയമമാണ്. അതെന്താണ്? ദാറ്റ് റെഗുലേറ്റ്സ്, അത് ഭരിക്കുന്നത്, അതായത് അത് കൈകാര്യം ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ? ദ ഫോർമേഷൻ, ഓപ്പറേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനികളെ ഭരിക്കുന്ന നിയമങ്ങളാണ്. കമ്പനിക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 പ്രോസസ്സുകളാണുള്ളത്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇനി തുടർന്ന് പറയുന്നുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഒരു ജീവനില്ലെങ്കിലും ഒരു പേഴ്സണായിട്ടാണ് കമ്പനീനെ കാണുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും എന്തുണ്ട്? ഒരു ജനനമുണ്ട്, പിന്നെ ഒരു ജീവിതമുണ്ട്, ഒരു മരണമുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്കും 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു ഫോർമേഷൻ ഉണ്ട്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ജനനം ഒന്ന് ചിന്തിച്ചാൽ മതി. ജനനമാണ്, കമ്പനിയുടെ ബർത്താണ്. പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, കമ്പനിയുടെ ലൈഫാണ്. പിന്നെ വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ക്ലോസിംഗ് ആണ്, കമ്പനിയുടെ മരണം എന്നൊക്കെ പറയാം. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കമ്പനിയുടെ അവസാനമാണ്, മരണമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കമ്പനിക്ക് പ്രധാനമായിട്ടുണ്ടാവുക. ഒരു കമ്പനിക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ, ഇപ്പോൾ ഒരാൾക്ക് കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒരുപാട് ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കാനുണ്ട്, ഒരുപാട് അതോറിറ്റീനെ കാണാനുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുക്കാനുണ്ട്, അവിടെ ഒരുപാട് ചെക്കപ്പ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടന്നു കഴിഞ്ഞാലാണ് ഒരു കമ്പനി നിലവിൽ വരുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇനി കമ്പനി പ്രവർത്തിപ്പിക്കുമ്പോൾ അവർക്ക് ബാധകമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. പിന്നെ കമ്പനി അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ദിവസം, ഇപ്പോൾ കമ്പനി ഓണർക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോഴും ഒരുപാട് തുടങ്ങിയ പോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ ആ സമയത്തും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു മൊത്തം ലോനെയാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. ഇനി കമ്പനി ലോ ഒരുപാട് വർഷങ്ങൾ ബാക്കിൽ കമ്പനി ലോ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളെ പറയുക. ഇപ്പോൾ ലേറ്റസ്റ്റ് കമ്പനി ആക്ട് 2013 ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് എഴുതുക. ഇനി എന്താണ് കമ്പനി നോക്കാം. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിസിനസ്സിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഡെഫിനിഷൻ പറയാം. ഇനി ഒരു കമ്പനിക്ക് മറ്റുള്ള ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്നാണ്. ഫസ്റ്റ്, വോളണ്ടറി അസോസിയേഷനാണ്. അതായത് ഒരു കമ്പനിയിൽ നമുക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും നിർബന്ധിക്കാതെ തന്നെ നമ്മളെ ഇഷ്ടപ്രകാരം തന്നെ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ട് അതിലൊരു മെമ്പർ ആവാം. ഇനി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ ഷെയർ വിറ്റിട്ട് അതിൽ നിന്ന് എക്സിറ്റ് ആവാനും പറ്റും. അപ്പോൾ കമ്പനി എന്ന് പറയുമ്പോൾ ആരും നിർബന്ധിക്കുന്നില്ല മെമ്പർ ആവാനും, അതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്തു പോകാൻ ആരും നിർബന്ധിക്കുന്നില്ല. ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവിടെ വരാനും എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി ഹാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ലൈഫ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കമ്പനിക്കൊരു ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കമ്പനി ഒരു വ്യക്തിയാണ്, ഓണർ വേറൊരു വ്യക്തിയാണ്. രണ്ടുപേരും ഒന്നല്ല, രണ്ടുപേരും രണ്ടാണ്. അവരുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. കമ്പനിക്ക് എന്തെങ്കിലും കടങ്ങളോ ബാധ്യതകളോ ഉണ്ടെങ്കിൽ അത് കമ്പനിയുടെയാണ്. ഓണേഴ്സ് അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ട് കമ്പനിയുടെ കടം വീട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ ഓണേഴ്സിന് എന്തെങ്കിലും പേഴ്സണൽ ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അസറ്റുകൾ വിറ്റിട്ട് ഓണേഴ്സിൻ്റെ പേഴ്സണൽ ഡെറ്റ് വീട്ടേണ്ട ആവശ്യമില്ല. കാരണം രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓണർക്ക് തോന്നിയ പോലെ കമ്പനിയിൽ നിന്ന് അസറ്റ് വിഡ്രോ ചെയ്യാനൊന്നും പറ്റില്ല, കമ്പനി വേറൊരു വ്യക്തി ആയതുകൊണ്ട്. ബന്ധപ്പെട്ട തന്നെ നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് പെർപെച്വൽ സക്സഷൻ. അതായത് കമ്പനിക്ക് ഒരു ലോങ് ലൈഫ് ഉണ്ടെന്നാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. അതായത് ഓണർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കമ്പനി നിലനിന്ന് പോകും. അതാണ് ഇവിടെ പറയണത്. കമ്പനി ഹാസ് എ സ്റ്റെബിലിറ്റി, അതിന് ദൃഢതയുണ്ട്, ആൻഡ് ലോങ് ലൈഫ്, അതിനൊരു ദീർഘമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് എന്ന്. ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യരുടെ ലൈഫ് സ്പാൻ ലിമിറ്റഡ് ആണ്. പക്ഷേ കമ്പനിക്ക് എത്ര വർഷം വേണമെങ്കിലും നിലനിന്ന് പോകാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മളറിയുന്ന റെപ്യൂട്ടഡ് കമ്പനീസൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ജനിക്കണേക്ക് മുമ്പേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈഫ് നോക്കിയാൽ തന്നെ അറിയാം ലോങ് ലൈഫ് ഉണ്ടാവും കമ്പനിക്ക് എന്ന്. വൈൻഡിങ് അപ്പ് ചെയ്താൽ മാത്രമാണ് കമ്പനി അവസാനിക്കുന്നുള്ളൂ. സോ കമ്പനിക്ക് ഒരു ലോങ് ലൈഫ് ഉണ്ട്. അടുത്ത ഫീച്ചറാണ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് അപ് ടു ദ നോമിനൽ വാല്യൂ ഓഫ് ദയർ ഹോൾഡിംഗ് ഷെയർസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ
കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാധ്യത ലിമിറ്റഡ് ആണ്. അതായത് ഇപ്പോൾ കമ്പനിക്ക് വലിയൊരു നഷ്ടം വന്നാലും എത്ര വലിയ തകർച്ച വന്നാലും അയാൾ കമ്പനിയിൽ എത്ര ക്യാപിറ്റലാണ് കൊണ്ടുവന്നത് അത്രേ നഷ്ടമുള്ളൂ. അതിൻ്റെ മേലെ ഒരിക്കലും നഷ്ടമാവില്ല. അതാണ് അപ് ടു നോമിനൽ വാല്യൂ ഓഫ് ദയർ ഹോൾഡിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനിയിൽ അയാൾ 1,00,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം അയാൾക്ക് 1,00,000 രൂപയെ നഷ്ടമാവുള്ളൂ. പിന്നെ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും നഷ്ടമാവില്ല. എക്സാമ്പിൾ പറയുമ്പോൾ കമ്പനിക്ക് 1 കോടിയുടെ നഷ്ടബാധ്യത വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് 1,00,000 പോകുള്ളൂ. ഇയാളുടെ പേരിൽ പിന്നെ 2 കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും അതൊന്നും ഇയാൾ കമ്പനിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ റീസൺ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, കമ്പനി വേറൊരു വ്യക്തിയാണ്, ഇയാൾ വേറൊരു വ്യക്തിയാണ്. നെക്സ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി ഒരു പേഴ്സണാന്ന് ഓൾറെഡി പറഞ്ഞു, കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ മറ്റുള്ള വ്യക്തികളെ പോലെ കമ്പനിക്ക് അവയവങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യാനോ പറ്റും. സ്വയം അതിന് നടക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളെപ്പോലെ ഒരു നാച്ചുറൽ ബർത്തും കമ്പനിക്കില്ല. നോക്കി നോക്കൂ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ്സ്. അത് ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാവുന്ന ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാണ് കമ്പനി. ഒരു ലീഗൽ പ്രൊസീജിയറിലൂടെ ജനിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് പറയുക. അതൊരു നാച്ചുറൽ ബർത്ത് ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് പറയുക. പിന്നെ കോമൺ സീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറാണ്. എല്ലാ കമ്പനികൾക്കും നിർബന്ധമായിട്ടും ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കണം. കാരണം കമ്പനിക്ക് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണമെങ്കിൽ സൈൻ ചെയ്യണ്ടേ. അപ്പോൾ അവിടെ കമ്പനിയാണ് ഈ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തെന്ന് കാണിക്കണമെങ്കിൽ കമ്പനിയുടെ ഒരു സിഗ്നേച്ചർ വേണം. ആ സിഗ്നേച്ചറായിട്ട് ഇവിടെ കമ്പനി യൂസ് ചെയ്യുക കോമൺ സീലാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ്. അത് ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് കമ്പനി. അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അസ്തിത്വം അതിനുണ്ട്. പിന്നെ അതിനൊരു കോമൺ സീൽ ഉണ്ടായിരിക്കും, ഒരു ലോങ് ലൈഫ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കോർപ്പറേറ്റ് വെയിൽ. ഇത് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, കമ്പനിയുടെ ഒരു ഫീച്ചറാണ്. ആ ഫീച്ചറിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. അതായത് കമ്പനീനെ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണായിട്ട് കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതാണ്, കമ്പനി നിയമത്തിൻ്റെ മുന്നിൽ കമ്പനി ഒരു വ്യക്തിയാണ്, ഓണർ വേറൊരു വ്യക്തിയാണ്. ആ ഒരു സെപ്പറേഷനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കി അറിയാം. കമ്പനി ട്രീറ്റ്സ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനീനെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ലയബിൾ ഫോർ ഇറ്റ്സ് ഓൺ ആക്ട്സ് ആൻഡ് ലയബിലിറ്റീസ്. കമ്പനിയുടെ സ്വന്തം പ്രവൃത്തികൾക്കും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ബാധ്യതകൾക്കൊക്കെ ഉത്തരം പറയേണ്ടത് അവരാണ്. അതിന് ബാധ്യസ്ഥനാവണത് കമ്പനിയാണ്. കമ്പനി ഇപ്പോൾ 1 കോടിയുടെ നഷ്ടം ഉണ്ടാക്കി വെച്ചാൽ ആ നഷ്ടം നികത്താനുള്ള, ആ നഷ്ടം നികത്തി കൊടുക്കാനുള്ള ബാധ്യത കമ്പനിക്കാണ്, അല്ലാതെ ഓണേഴ്സിനാവില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇനി ഈ കോർപ്പറേറ്റ് വെയിൽ എന്നുള്ളത് ആക്ച്വലി കമ്പനിയുടെ മെമ്പേഴ്സിനുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ്. അതായത് കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടും എന്തെങ്കിലും കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് കമ്പനിയാണെന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. അവർക്കത് പേഴ്സണലി ഉത്തരം പറയേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വലിയ നഷ്ടങ്ങൾ വന്നാൽ ഓണേഴ്സിന് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി നഷ്ടമാവുന്നില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇവിടെ ഉണ്ട് കമ്പനീനെ വേറെ ആക്കി നിർത്തുമ്പോൾ. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ഈ പ്രൊട്ടക്ഷൻ കോടതി അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റി എടുത്തു കളയുന്നുണ്ട്. ആ എടുത്തു കളയുന്നതിനെയാണ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിങ് ഓഫ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതായത് ചില സിറ്റുവേഷൻസിൽ മെമ്പേഴ്സ് കമ്പനീനെ മുന്നിൽ നിർത്തിയിട്ട് അവർ പിറകിൽ നിന്നിട്ട് കള്ളത്തരങ്ങൾ കാണിക്കും. ചില സിറ്റുവേഷൻസിൽ കമ്പനി ഉണ്ടാക്കുന്നത് തന്നെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീനെ മുന്നിൽ നിർത്തി കരുവാക്കിയിട്ട് മെമ്പേഴ്സ് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോർപ്പറേറ്റ് വെയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കോടതി എടുത്തു കളയുന്നുണ്ട്. ആ എടുത്തു കളയണതിനെ അതിന് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക എന്ന് പറയും. അതിനെയാണ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിങ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. കമ്പനി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിസ്റിഗാർഡ് എന്ന് പറയുമ്പോൾ ഇഗ്നോർ ചെയ്യാനാണ് ദ കോൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ആ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഇഗ്നോർ ചെയ്യാണ്. പിന്നെ എന്താ ചെയ്യുന്നത്, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഓർ മാനേജേഴ്സ് പേഴ്സണലി ലയബിൾ ഫോർ ദ ആക്ഷൻ ഓഫ് ദ കമ്പനി. അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കമ്പനി എന്ത് ചെയ്താലും അതിനുള്ള ആ ഒരു ആക്ഷന് ലയബിൾ ആവുക കമ്പനി ആവില്ല, മറിച്ച് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിരിക്കും. ആരാണ് ആ ഒരു മിസ്ബിഹേവിയർ ചെയ്തത് അവരായിരിക്കും പിന്നെ അതിന് ലയബിൾ ആവുക. പിന്നെ ആ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവില്ല.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ മറ എടുത്തു കളയണതിനെയാണ് ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി അതിൽ കൈൻഡ്സ് ഓഫ് കമ്പനീസിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊക്കെ നന്നായിട്ട് നോക്കണം. അതിൽ തന്നെ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, 1 പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനിയൊക്കെ നന്നായിട്ട് നോക്കണം. പിന്നെ പല കുട്ടികളുടെയും ഒരു ധാരണ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കമ്പനികളാണ് എന്നാണ്. അത് കറക്റ്റല്ല. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ഷെയർസ് ട്രേഡ് ചെയ്യുന്ന കമ്പനികളാണ്. അവരുടെ ഓണർഷിപ്പ് പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഷെയർസ് നമുക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് വഴി വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും. പബ്ലിക്ലി ട്രേഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഷെയർസ്. അവർക്ക് ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ അവർ അത്രയും എമൗണ്ടിൻ്റെ ഷെയർസ് ഷെയർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആളുകളത് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ക്യാപിറ്റൽ കിട്ടും. അങ്ങനത്തെ കമ്പനികളാണ്. പിന്നെ അവരുടെ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര വേണമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മിനിമം 7 മെമ്പേഴ്സ് വേണം, മാക്സിമം അൺലിമിറ്റഡ് ആണ്, എത്ര മെമ്പേഴ്സിന് വേണമെങ്കിലും ആവാം. അങ്ങനെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പബ്ലിക്കിനൊന്നും വിൽക്കാൻ പറ്റില്ല. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയൊക്കെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പബ്ലിക്കലി ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി ഒരുപാട് ഡിഫറൻസ് പറയുന്നുണ്ട്, അതൊക്കെ നന്നായിട്ട് നോക്കാം. പിന്നെ 1 പേഴ്സൺ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആയിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അതും സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും. അത് ഈ 2000 കമ്പനി ആക്ട് 2030 വന്നിട്ടുള്ള ഒരു പുതിയ ഫോം ഓഫ് ബിസിനസ്സാണ്. അതിന് മുമ്പ് ഒരാൾക്കൊരു ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മാത്രമേ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 2030 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് കമ്പനിയാണ് 1 പേഴ്സൺ കമ്പനി. അവിടെ ഒരു ഓണറായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഒരു ആ ഓണർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കമ്പനിയുടെ ഫീച്ചർ പ്രകാരം കമ്പനി നിലനിന്ന് പോകും. പക്ഷേ ഒരാളായതുകൊണ്ട് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു നോമിനി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ 1 പേഴ്സൺ കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു നോമിനിയും കൂടി ഉണ്ടായിരിക്കണം. അയാളുടെ കൺസെൻറ്റും വേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് കമ്പനി. ഒന്നാമത്തെ ചാപ്റ്ററിൽ കമ്പനി ലോ എന്താണ്, കമ്പനി എന്താണ്, കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെ ടൈപ്പ് കമ്പനികളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം കമ്പനി ആക്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനിക്ക് പ്രധാനമായിട്ട് 3 പ്രോസസ്സാണുള്ളത്. ഒന്ന് ഫോർമേഷൻ, പിന്നെ ഒന്ന് ഓപ്പറേഷൻ, പിന്നെ ഒന്ന് വൈൻഡിങ് അപ്പ്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബർത്ത്, അതാണ് ഫോർമേഷൻ. അപ്പോൾ ഈ ഫോർമേഷൻ്റെ സമയത്ത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് കമ്പനി ലോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഉള്ളത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, ആ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ഡോക്യുമെൻറ്റ്സ് എന്താണ്, കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാനുള്ളത്, ആ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി പ്രമോഷൻ എന്താണെന്ന് പറയും. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയുമ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയാണ് പ്രമോഷൻ എന്ന് പറയുക. ഇവിടെ പ്രമോഷൻ ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ പ്രമോഷനാണ് കേട്ടോ. മാർക്കറ്റിങ്ങിൻ്റെ പ്രൊമോഷൻ, നമ്മൾ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ പ്രൊമോഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ പ്രൊമോഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു ഐഡിയയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ ഒരു ഐഡിയ ആദ്യം മനസ്സിൽ വരണം, ഒരു ഐഡിയ ആദ്യം ഡിസ്കവർ ചെയ്യണം. അതിനുശേഷം അത് നടപ്പിലാക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ അത് പോസിബിൾ ആണോ നോക്കണം, അതിൻ്റെ ഫീസിബിലിറ്റി നോക്കണം. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒരുമിപ്പിക്കുക. ക്യാപിറ്റലും മെഷീനറി, ലാൻഡ്, വർക്കേഴ്സ്, അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും അറേഞ്ച് ചെയ്യുക. പിന്നെ കമ്പനി ആയതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുണ്ട്. രജിസ്ട്രേഷൻ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്യാനൊക്കെ ഉണ്ട് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ആ കമ്പനി തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്യുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയും. ഇതെല്ലാം ചെയ്യുന്ന വ്യക്തിനെ പറയുന്നതാണ് പ്രൊമോട്ടർ. ഇവിടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഇറ്റ് ഇൻക്ലൂഡ് ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. ഒരു ബിസിനസ് ഐഡിയ ഡിസ്കവർ ചെയ്യാണ് ഫസ്റ്റ്. പിന്നെ എന്താണ്, ഓർഗനൈസ് ഫണ്ട്, പ്രോപ്പർട്ടി, മാനേജറിയൽ എബിലിറ്റി. പിന്നെ ഫണ്ടും മറ്റുള്ള പ്രോപ്പർട്ടി, മാനേജറിയൽ എബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ടു മേക്ക് പ്രോഫിറ്റ് തേർ ഫ്രം. അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബിസിനസ്സിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ആക്ടിവിറ്റിയിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തത് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. കമ്പനി ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മെയിൻ ആക്ടിവിറ്റി എന്താണ്, രജിസ്ട്രേഷൻ തന്നെയാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കൊരു നിയമപരമായിട്ട് അതിനൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കും.
അപ്പോൾ അങ്ങനൊരു ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നൊരു അംഗീകാരം, ഒരു പേഴ്സണായിട്ടൊരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് രജിസ്ട്രേഷൻ. അപ്പോൾ അതന്നെ ഇവിടെ പറയുന്നത് പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിങ് എ കമ്പനി ആസ് എ ലീഗൽ എൻറ്റിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെൻറ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു കമ്പനീനെ ഒരു പേഴ്സണായിട്ട്, ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പേഴ്സണായിട്ട് അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി തന്നെയാണ് രജിസ്ട്രേഷൻ. അടുത്തതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്തു, എല്ലാ പ്രൊസീജിയറിലൂടെ കഴിഞ്ഞു, ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ അതോറിറ്റി കമ്പനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതിന് പറയുന്ന പേരാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി നിലവിൽ വന്നതിന് മീനിങ് എന്നാണോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് എന്ന് മുതൽ കമ്പനി പ്രവർത്തിക്കാൻ കമ്പനിക്ക് പറ്റും. പിന്നെ കമ്പനിയുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനി എന്ന് പറയാം. ഇനി ഇതിൽ കമ്പനിയുമായി ഇപ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മളെ പേരും കാര്യങ്ങളും, നമ്മളെവിടെ ജനിച്ച അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇതിലുണ്ടായിരിക്കും കമ്പനിയുടെ പേരെന്താണ്, രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, അതിൻ്റെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ ആ ഡേറ്റ് എന്നാണ്, ആ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, നമ്മളെ ബർത്ത്ഡേ ഡേറ്റ് പോലെ അതിൻ്റെ ഡേറ്റ് എന്നാണ്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ബിസിനസ്സാണ് നടത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ലീഗൽ ഡോക്യുമെൻറ്റ് ദാറ്റ് സെർവ്സ് ആസ് ഒഫീഷ്യൽ റെക്കഗ്നിഷൻ ഓഫ് എ കമ്പനി ഫോർമേഷൻ. അപ്പോൾ കമ്പനീസിൻ്റെ ഫോർമേഷൻ, കമ്പനി ഫോം ചെയ്തെന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. രജിസ്ട്രേഷൻ ടൈമിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇനി പറയണത്. ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും പിന്നെ ഒന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. എല്ലാ കമ്പനികൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട 2 ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു തേർഡ് പാർട്ടിക്ക് കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടത്തിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ തേർഡ് പാർട്ടി കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് നോക്കണം. അതിൽ പറയുന്ന പ്രകാരം മാത്രമാണ് കമ്പനിക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിന് വിരുദ്ധമായിട്ട് കമ്പനി പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടൊരു കോൺട്രാക്റ്റിൽ കമ്പനി എൻട്രി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. ഇത് പറയുന്നുണ്ട് ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ഓഫ് എ കമ്പനി അല്ലെങ്കിൽ മെയിൻ ഡോക്യുമെൻറ്റ് ഓഫ് എ കമ്പനി എന്ന് വേണമെങ്കിലും പറയാം, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഓഫ് എ കമ്പനി എന്നൊക്കെ പറയാം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ഓഫ് എ കമ്പനി ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. പുറത്തുള്ള കാര്യങ്ങൾ, അതായത് പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി ഡിഫൈൻ ഒബ്ജക്ട്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കമ്പനി. ഇതിൽ കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, കമ്പനിക്ക് എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്നൊക്കെ ആയിരിക്കും ഈ ഡോക്യുമെൻറ്റിൽ പറയാം. പിന്നെ റെഗുലേറ്റ്സ് ദ കമ്പനി. കമ്പനീനെ ഭരിക്കുന്നത് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആയിരിക്കും. ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ 6 ക്ലോസസ് ആണുള്ളത്. 6 സെക്ഷനായിട്ട് പറയുന്നുണ്ട്, 6 ക്ലോസസ്. ഫസ്റ്റ് നെയിം ക്ലോസ്. നെയിം ക്ലോസിൽ കമ്പനിയുടെ ഒഫീഷ്യൽ പേരെന്താണെന്നാണ്. പിന്നെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ബാക്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടായിരിക്കും, പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് എന്നുണ്ടായിരിക്കും. പിന്നെ രജിസ്റ്റേർഡ് ഓഫീസ്, ആ കമ്പനി രജിസ്റ്റർ ചെയ്ത ഓഫീസ്, അതിൻ്റെ ഏത് സ്റ്റേറ്റിലാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടായിരിക്കും. പിന്നെ ഒബ്ജക്റ്റ്, കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ ഒബ്ജക്റ്റാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്, അതായത് ആ ഒരു സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ. അതിന് പുറമെ ഒരിക്കലും കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ ലയബിലിറ്റി, കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണോ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ലയബിലിറ്റി എങ്ങനെയാണ്, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എങ്ങനെയാണെന്നായിരിക്കും അതിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ക്യാപിറ്റൽ ക്ലോസ്, അതിൽ ഷെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ എന്നുണ്ടായിരിക്കും, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അത് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, അതിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഗ്രിമെൻറ്റ്സ്, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവരുടെ പേരും സിഗ്നേച്ചറും അവരൊക്കെ ഇത് എന്താ പറയുക, ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം. അങ്ങനെ അവരുടെ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക ഡിക്ലറേഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, ഇതുപോലെ ഇരിക്കും പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് കാണിക്കണതിനെയാണ് അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുക. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ടൈമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ആയിരിക്കും ആ പേരായിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അടുത്ത ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതുകൊണ്ടാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉൾപ്പെടുന്ന ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനി എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവിടെയുള്ള സിസ്റ്റം എങ്ങനെയാണ്, അവിടെയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അവിടെ ഓൾറെഡി ഉള്ള നിലനിൽക്കുന്ന നിയമങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ ഈ ഒരു
ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നുണ്ടാവും. കമ്പനിയുടെ അകത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ആർട്ടിക്കിൾസിൽ നോക്കിയിട്ട് അതുപോലെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലുമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റൂൾസുകൾ ഉണ്ടെങ്കിൽ കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് അവർക്ക് തന്നെ മീറ്റിംഗ് നടത്തിയിട്ട് വോട്ടിംഗ് ചെയ്തിട്ട് അതിലത്തെ നിയമങ്ങൾ മാറ്റാനും പറ്റും. ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയും. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ കമ്പനിയുടെ അകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉൾപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ്. അതൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് ബിയോണ്ട് ദ പവേഴ്സ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ ലീഗൽ അതോറിറ്റിക്ക് പുറമെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കമ്പനി എപ്പോഴും കമ്പനി ആക്റ്റിൽ പറയുന്ന റൂൾസ് റെഗുലേഷൻസ് പ്രകാരം പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്ന പോലെയാണ് കമ്പനിയുടെ അകത്ത് മാനേജ്മെൻറ്റ് പറ്റുള്ളൂ. അതുപോലെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്ന പോലെ കമ്പനികൾക്ക് ജനറലായിട്ട് പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അതിൽ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കമ്പനി ചെയ്യുമ്പോൾ അതിന് അൾട്രാ വയർസ് എന്നാണ് പറയുക. അത് വാലിഡ് അല്ല. ഇനി അങ്ങനെ മെമ്മോറണ്ടത്തിലേക്ക് എതിരായിട്ടൊരു കമ്പനി ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡാണ്. അതിനെ വാലിഡ് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കേസിൽ മാത്രം അങ്ങനൊരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയാത്തൊരു കാര്യം കമ്പനി ചെയ്തു, പക്ഷേ ആ ഒരു പ്രവൃത്തി മെമ്മോറാണ്ടം പ്രകാരം കമ്പനി ആക്ട് പ്രകാരം തെറ്റല്ലെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ആ നിയമം മാറ്റം വരുത്താം. മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് പ്രകാരം മെജോറിറ്റി ആൾക്കാരത് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ നിയമനിർമ്മാണം നടത്തി നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടോ അല്ലെങ്കിൽ ആ നിയമം എടുത്തു കളഞ്ഞിട്ടൊക്കെ ആ ആക്ടിവിറ്റീനെ വാലിഡ് ആക്കാൻ പറ്റും. ബാക്കി രണ്ടും എപ്പോഴും ഇൻവാലിഡ് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഈ അൾട്രാ വയർസ്. അത്രയാണ് ബിയോണ്ട് ദ പവേഴ്സ്. അധികാരത്തിന് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയാണ് അൾട്രാ വയർസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനിക്ക് പുറത്തുള്ള ഒരാൾ കമ്പനിയുമായിട്ടൊരു ഡീലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ കമ്പനിയുടെ മെയിൻ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് മനസ്സിലാക്കാണ്ട് അതിനെതിരായിട്ടൊക്കെ ഒരു കാര്യം ചെയ്തു, പിന്നീട് ആ വ്യക്തിക്ക് അതുകൊണ്ടൊരു നഷ്ടം വന്നാൽ അയാൾക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പബ്ലിക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഡോക്യുമെൻറ്റുകളാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അപ്പോൾ അതറിയാണ്ട് കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ വന്നിട്ട് ഒരാൾക്ക് പിന്നീടൊരു നഷ്ടം വന്നാൽ അത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കമ്പനിയുമായിട്ട് ഡീലിംഗ് ചെയ്യുമ്പോൾ കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും നന്നായിട്ട് പരിശോധിക്കണം. അതിനെയാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഇതിന് മുമ്പ് പറഞ്ഞ കൺസ്ട്രക്റ്റീവുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ്. അത് കൺസ്ട്രക്റ്റീവ് എന്നുള്ളത് കമ്പനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഇത് തേർഡ് പാർട്ടീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അതിൽ പറഞ്ഞത് ഡോക്യുമെൻറ്റ്സ് റീഡ് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളത് തേർഡ് പാർട്ടീസിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയണത് അത് വായിക്കണതും മനസ്സിലാക്കണതും അവരുടെ ഡ്യൂട്ടി ആണെങ്കിലും ഈ ആർട്ടിക്കിൾസിലും മെമ്മോറാണ്ടത്തിലും പറഞ്ഞ പോലെ തന്നെയാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്ന് അകത്ത് വന്ന് അന്വേഷിക്കേണ്ട ഡ്യൂട്ടിയൊന്നും തേർഡ് പാർട്ടീസിനില്ല. ചുരുക്കി പറഞ്ഞാൽ അകത്ത് ഈ ആർട്ടിക്കിൾസ് മെമ്മോറാണ്ടം വായിക്കണം എന്നുള്ള റൈറ്റ് മാത്രമേ തേർഡ് പാർട്ടീസിനുള്ളൂ. അതിൽ പറയണ പോലെ തന്നെയാണോ കമ്പനിയുടെ അകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഡ്യൂട്ടി തേർഡ് പാർട്ടീസിനില്ല. അപ്പോൾ ഇത് തേർഡ് പാർട്ടീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. ആർട്ടിക്കിൾസൊക്കെ വായിച്ചു, പക്ഷേ അതുപോലെ ആയിരിക്കും പ്രവർത്തിക്കാമെന്നൊക്കെ വിചാരിച്ചു, എന്നാൽ അകത്ത് അതുപോലെയല്ല. അതുകൊണ്ട് അയാൾക്ക് നഷ്ടം വന്നാൽ അയാൾക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അയാൾക്കത് അറിയാമായിരുന്നു എന്നിട്ട് അയാൾ മുന്നോട്ട് പോയാൽ അപ്പോൾ അയാൾക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല, അയാൾ അറിഞ്ഞിട്ടേ ഇല്ല, അയാൾ ആർട്ടിക്കിൾസിലൊക്കെ പറഞ്ഞ പോലെ പ്രവർത്തിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയി, പക്ഷേ കമ്പനിയുടെ അകത്ത് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക് കമ്പനി അവർക്ക് നിർബന്ധമായിട്ടും കമ്പനിയുടെ നിർണായകമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്റ് പബ്ലിക്കിന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്യൂ ചെയ്യണം. അതിനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. ഇതും മെമ്മോറാണ്ടം കൂടി മാറരുത്. മെമ്മോറാണ്ടം പറയുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. പക്ഷേ ഇത് കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇറക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇതിലും കമ്പനിയുടെ നിർണായകമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ പേര്, പിന്നെ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്,
അങ്ങനെയുള്ള കമ്പനി ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ അവർക്ക് കമ്പനിയുമായി അറിയാൻ താല്പര്യം ഉണ്ടാവും. അവർ കമ്പനിയിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാൻ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ വിഷൻ, മിഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാനാവും. ആ ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് പ്രോസ്പെക്ടസ്. ഇത് കണ്ടിട്ടാണ് ആളുകൾ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റും കൂടിയാണ് പ്രോസ്പെക്ടസ്. ഇതിൽ 3 എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഫസ്റ്റത്തെയാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഫോർമൽ ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഡീറ്റെയിൽ അബൌട്ട് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫറിംഗ് ഫോർ സെയിൽ ടു ദ പബ്ലിക്. അപ്പോൾ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്ന ഒരു ഫോർമൽ ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ്. ഇനി രണ്ടാമത്തത് ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക്. പബ്ലിക്കിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് എന്തിനു വേണ്ടിയിട്ട്? ടു പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ്, അവരുടെ ഷെയർസോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള സെക്യൂരിറ്റീസൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഇൻവിറ്റേഷനാണ്. അതിന് കമ്പനിയെ കുറിച്ച് എല്ലാ നല്ല നല്ല കാര്യങ്ങളും പറയും. നല്ല കാര്യങ്ങൾ നല്ല നിർണായകമായിട്ടുള്ള ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളൊക്കെ പറയും. അത് കണ്ടിട്ടാണ് പബ്ലിക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുക. പിന്നെ ഇതൊരു ബ്രോഷർ പോലെയാണ്. അത് ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് എ ബ്രോഷർ ഫോർ എ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു കോളേജിലൊക്കെ അവിടെ ചേരണമെങ്കിൽ ആ കോളേജിൻ്റെ ഒരു ബ്രോഷർ കണ്ടാൽ അതിലത്തെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അത് കണ്ടിട്ടാണ് നമ്മൾ ആ കോളേജിൽ ചേരേണ്ടത് തീരുമാനിക്കുക. അതുപോലെ തന്നെയാണ് ആ ഷെയറിനെ കുറിച്ച്, ആ കമ്പനീനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അതൊരു ബ്രോഷർ പോലെയാണ്. അത് കണ്ടിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഇനി പല ടൈപ്പ് പ്രോസ്പെക്ടസ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. അത് ചില സിറ്റുവേഷൻസിൽ കമ്പനി ഡയറക്റ്റായിട്ട് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യില്ല. പകരം ഒരു ഇൻ്റർമീഡിയറിക്കായിരിക്കും ബൾക്കായിട്ട് ഷെയർ കൊടുക്കുക. പിന്നെ ഇൻ്റർമീഡിയറി ആയിരിക്കും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക ആരായിരിക്കും? ഇൻ്റർമീഡിയറി ആയിരിക്കും. അപ്പോൾ ആ ഇൻ്റർമീഡിയറി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസ്പെക്ടസിന് പറയുന്ന പേരാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ആ ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കുക ഇൻ്റർമീഡിയറി ആയിരിക്കും. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ആക്ട് ലൈക്ക് എ റെഗുലർ പ്രോസ്പെക്ടസ് പോലെ തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എൻ ഇൻ്റർമീഡിയറി സെല്ലിങ് എ കമ്പനീസ് ഷെയർസ്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഇൻ്റർമീഡിയറിയാണ്. കമ്പനീസിൻ്റെ ഷെയർ സെല്ല് ചെയ്യുന്ന ഇൻ്റർമീഡിയറിയാണ് ഇവിടെ ആ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രോസ്പെക്ടസ് കൊണ്ട് മൾട്ടിപ്പിൾ ടൈം ഷെയർ ഇഷ്യൂയിങ് നടത്താൻ പറ്റുന്ന ഉദ്ദേശിക്കുന്നത്. സാധാരണ കമ്പനി ഒരു ഷെയർ ഇഷ്യൂയിങ് ചെയ്തു, പിന്നെ വീണ്ടും അവർക്ക് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും പ്രോസ്പെക്ടസ് ഉണ്ടാക്കണം. എന്നാൽ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ അതുകൊണ്ട് തന്നെ ഒരു ടൈം ലിമിറ്റ് പറയാം. അതിനുള്ളിൽ എത്ര ടൈം വേണമെങ്കിലും അവർക്ക് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പുതിയ പ്രോസ്പെക്ടസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്നുണ്ട് ബൈ ഷെൽഫ് പ്രോസ്പെക്ടസ്. ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് കൊണ്ട് എ കമ്പനി ക്യാൻ റൈസ് ഫണ്ട് ബൈ ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് മൾട്ടിപ്പിൾ ടൈംസ്. കമ്പനിക്ക് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും, ക്യാഷ് റൈസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടൈംസ് പറയുമ്പോൾ ഒന്നിലധികം സമയം വിത്തിൻ എ സെറ്റ് ഓഫ് പീരീഡ്. അതിന് പീരീഡ് പറയും. ഇപ്പോൾ ഒരു വർഷമാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര ടൈം വേണമെങ്കിലും പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ആ സമയപരിധിയുടെ അകത്താണെങ്കിൽ അവർക്ക് പുതിയ പ്രോസ്പെക്ടസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയാൽ മതി. ഇത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ്. ഇതൊരു ഫൈനൽ പ്രോസ്പെക്ടസ് ഉണ്ടാക്കണേക്ക് മുന്നേ ഒരു ഡ്രാഫ്റ്റ് പോലെ ഉണ്ടാക്കുന്നതാണ്. അതൊരു ടീസർ പോലെയൊക്കെ. ചുരുക്കി പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല. മാർക്കറ്റിൻ്റെ ഒരു താല്പര്യം അറിയാനും റെസ്പോൺസൊക്കെ അറിയാനൊക്കെ ഇറക്കുന്നൊരു ടീസർ പോലെ ഇറക്കുന്നൊരു പ്രോസ്പെക്ടസ്. നെക്സ്റ്റ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. ഇത് വേറെ ഒന്നുമല്ല, പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മൊത്തം മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊരു നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ മിസ്സാവാത്ത രീതിയിൽ വളരെ ഷോർട്ടായ രീതിയിൽ എല്ലാ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ്. ഈ നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. അത് വേറെ ഒന്നുമല്ല, ചില സിറ്റുവേഷൻസിൽ കമ്പനി പബ്ലിക് ഓഫറിംഗ് അല്ലാത്ത രീതിയിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതായത് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്, ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ. ഇത് സെക്കൻഡ് സെമ്മിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇഷ്യൂ ഓഫ് ഷെയർസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ഷെയർസ്, എന്താണ് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് എന്താണ്, ഡിബഞ്ചേഴ്സ് എന്താ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്.
അപ്പോൾ ഷെയർസ് എന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ് ഇൻ എ കമ്പനീസ് ക്യാപിറ്റൽ. കമ്പനിയുടെ ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ, അവർക്കൊരു മൂലധനം ഉണ്ടാവും, അതിൻ്റെ ഒരു സിംഗിൾ പോർഷനെയാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് ഷെയർ എന്ന് പറയുക. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഷെയർ ഒരാളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ അവിടെ ഒരു ഓണർഷിപ്പാണ് അവർ വാങ്ങുന്നത്. ആ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഷെയർ അവർക്ക് കിട്ടുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ഒരു കേക്ക് കട്ട് ചെയ്യണത് സങ്കല്പിക്കുക. ആ കേക്ക് എന്നുള്ളത് ഒരു കമ്പനിയുടെ ക്യാപിറ്റലായിട്ട് സങ്കല്പിക്കുക. ആ കേക്കിനെ ഡിഫറെൻറ്റ് കഷ്ണങ്ങളാക്കി പീസസ് ആക്കുന്നുണ്ട്. ഈക്വലായിട്ടുള്ള പീസസ് ആക്കാൻ സങ്കല്പിക്കുക. ആ ഈക്വലായിട്ട് പീസസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു സിംഗിൾ പീസിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. ആ മൊത്തം കേക്ക് എന്നുള്ളത് കമ്പനിയുടെ ക്യാപിറ്റലും അതിലൊരു സിംഗിൾ പീസ് ഷെയറുമാണ്. ഇങ്ങനെയാണ് കമ്പനി ചെയ്യുന്നത്. അവരുടെ മൊത്തം ക്യാപിറ്റലിനെ ഡിഫറെൻറ്റ് പാർട്ടുകളാക്കിയിട്ട് ഓരോ പാർട്ടായിട്ട് അവർ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരൊറ്റ ഇപ്പോൾ കേക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരൊറ്റ കേക്കായിട്ടുണ്ട് വിൽക്കുമ്പോൾ അതിന് ഒരു ഹ്യൂജ് പ്രൈസ് ഉണ്ടാവും. കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസാണ്. പക്ഷേ കമ്പനിയുടെ ക്യാപിറ്റൽ അങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര കോടിക്കണക്കിന് രൂപ ഉള്ളതായിരിക്കും. അതൊരാൾക്ക് ഒരു സിംഗിൾ പേഴ്സണ് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് പീസസ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക, അതിൻ്റെ പ്രൈസ് സിംഗിളായിട്ടുള്ളതിനേക്കാളും കുറയും. അതിങ്ങനെ ഒറ്റയ്ക്ക് ആ ക്യാപിറ്റൽ ഹോളായിട്ട് കൊടുക്കുന്നതിനേക്കാളും വില കുറയും അതിനെ പീസസ് ആയിട്ട് കൊടുക്കുമ്പോൾ. കേക്കും അങ്ങനെയല്ല, മൊത്തം ഒരു കേക്കിനേക്കാളും വില കുറവല്ലേ ഒരു പീസ് ഓഫ് കേക്കിന്. അതുപോലെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ആ യൂണിറ്റുകൾ വാങ്ങാൻ കുറേ ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി കൂടുതൽ ക്യാഷുള്ളവർക്ക് കൂടുതൽ പീസസ് വാങ്ങാം, കൂടുതൽ ഷെയർസ് വാങ്ങാം. അതുകൊണ്ട് തന്നെ ആ ഒരു മൊത്തം ക്യാപിറ്റലിനെ ഈക്വലായിട്ടുള്ള വിവിധ ഭാഗങ്ങളാക്കുന്നുണ്ട്. അതിലൊരു ഒരൊറ്റ ഭാഗത്തിന് ഒരു സിംഗിൾ പീസിനെയാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഷെയർസാണ്. ഒരുപാട് ഷെയർസിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുക. ഷെയർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ യൂണിറ്റ് ആണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഷെയർസിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഷെയർസ് എന്ന് പറയുമ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ഉണ്ടാവും, പാർട്ട്ലി പെയ്ഡപ്പ് ഉണ്ടാവും. പക്ഷേ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിനെയാണ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്. ഇപ്പോൾ ഒരു രാജ്യത്തുള്ള ആൾക്കാർക്ക് ആ രാജ്യത്തുള്ള കമ്പനീസിൻ്റെ ഷെയർസാണ് സ്റ്റോക്ക് മാർക്കറ്റ് വഴി വാങ്ങാൻ പറ്റുള്ളൂ. ആ രാജ്യത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് വഴി വാങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ വേറൊരു രാജ്യത്തുള്ള കമ്പനിയുടെ ഷെയർ വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റും, പക്ഷെ അത് ഡയറക്റ്റ്ലി ഈ സ്റ്റോക്ക് മാർക്കറ്റ് വഴി ആ രാജ്യത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് വഴി വാങ്ങാൻ പറ്റില്ല. അതിന് മറ്റ് ഇൻ്റർമീഡിയറീസ് വഴിയൊക്കെയാണ് വാങ്ങാൻ. ആ ഫോറിൻ കമ്പനിയുടെ ഒരു സബ്സിഡറി കമ്പനിയൊക്കെ വഴി അങ്ങനെ കുറച്ച് ഇൻ്റർമീഡിയറീസൊക്കെ വഴിയാണ് ആ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളൊരു ഫോറിൻ ഷെയർസ് വാങ്ങുമ്പോൾ അത് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന, അതിനവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അതോറിറ്റി അവർക്ക് ആ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്. അപ്പോൾ അത് ആ ഒരു ഫോറിൻ കമ്പനിയുടെ ഷെയർ ഇയാളുടെ കയ്യിലുണ്ട് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് ഓതറൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിനെയാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത ടോപ്പിക്കാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ESOP. ഇതാ പേരിൽ പറയുന്ന പോലെ തന്നെ കമ്പനി അവരുടെ എംപ്ലോയീസിന് കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓപ്ഷൻ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പറയാൻ കാരണം ആ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ഷെയർ വാങ്ങാനുള്ള ഓപ്ഷനാണ്. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വാങ്ങാണ്ടിരിക്കാനുള്ള റേറ്റ് അവർക്കുണ്ട്. അതൊരു പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസിന് ഒരു പീരീഡും പറയാം. പീരീഡിൻ്റെ ഉള്ളിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങാം പ്രൈസ് കുറഞ്ഞ രീതിയിൽ. അത് എംപ്ലോയീസിന് റിവാർഡ് പോലെ കൊടുക്കുന്നതാണ്. നല്ല കഴിവുള്ള എംപ്ലോയീസിനെ കമ്പനിയിൽ നിലനിർത്താനും അവർക്കൊരു റിവാർഡൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റാണ് ബുക്ക് ബിൽഡിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. കമ്പനികൾ ഫസ്റ്റ് ടൈം അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് IPO നടത്തുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് ടൈം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക പറയുമ്പോൾ ഇവരുടെ ഷെയർസിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, എത്ര രൂപ വരെ ആൾക്കാർ തരാൻ വില്ലിങ് ആണെന്നൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ആൾക്കാരോട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരോട് എത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, എത്ര പ്രൈസിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ അവരോട് അവരോട് പറയാൻ പറയും. അപ്പോൾ അവർ പല ആൾക്കാർ പല പ്രൈസിൽ അവരിങ്ങനെ പറയും, ഇത്ര രൂപക്ക് വാങ്ങാൻ വില്ലിങ് ആണ്, അല്ലെങ്കിൽ വിളിക്കുന്ന പോലെ കോട്ട് ചെയ്യുക.
എന്നിട്ട് കുറേ ആൾക്കാർ എത്ര ആൾക്കാർ കോട്ട് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാവും, ഷെയർസിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ എത്ര പ്രൈസിന് വരെ ആൾക്കാർ വാങ്ങാൻ വില്ലിങ് ആണെന്ന് മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ ബേസിൽ ആൾക്കാർ പല പല പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു കട്ട് ഓഫ് പ്രൈസ് തീരുമാനിക്കും. എന്നിട്ട് ആ കട്ട് ഓഫ് പ്രൈസിൻ്റെ മേലുള്ളവർക്കായിരിക്കും ആ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ കമ്പനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിന് അവരുടെ ഷെയർസ് വിൽക്കാൻ പറ്റും. ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. IPO ഫസ്റ്റ് ടൈം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് കമ്പനികൾ ഇത് യൂസ് ചെയ്യുക. ഒരു പ്രൈസ് ഡിസ്കവറി ഫംഗ്ഷനാണ്. അതുപോലെ കമ്പനിയുടെ ഷെയർസിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നൊക്കെ അറിയാനൊക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ്. അടുത്തതാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പറഞ്ഞാൽ അലോക്കേറ്റിംഗ് ഓണർഷിപ്പ് റൈറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ ഓണർഷിപ്പ് റേറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുക. ഇത് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ കോളേജിൻ്റെ അഡ്മിഷൻ ആലോചിച്ചാൽ മതി. നിങ്ങൾ പല കോളേജിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അവിടുന്ന് അലോട്ട്മെൻറ്റ് കിട്ടിയാലാണ് നിങ്ങൾ ആ കോളേജിലത്തെ ഒരു സ്റ്റുഡൻ്റ് ആവുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ഷെയറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ കമ്പനി അലോട്ട്മെൻറ്റ് തന്നാൽ ആ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ആ കമ്പനിയുടെ ഓണറായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഓണർഷിപ്പ് റൈറ്റ് കൊടുക്കുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് അയാൾക്ക് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറാന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്ത ടോപ്പിക്കാണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾക്ക് ഫസ്റ്റ് ടൈം അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുമ്പോൾ IPO എന്ന് പറയും. അവർക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും അതിന് അത്ര നോളജ് ഉണ്ടാവില്ല. അതുപോലെ അവരുടെ ഷെയർസിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് അറിയണ്ടാവില്ല, എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈം ഉണ്ടാവാണ്ടിരിക്കുക, അങ്ങനെ എന്തോ ആവാം. അവർക്കത് ഡയറക്റ്റ്ലി ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർ റൈറ്റേഴ്സിനെ അവർക്ക് സമീപിക്കാം. അപ്പോൾ ഈ അണ്ടർ റൈറ്റിങ്ങിൽ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഈ കമ്പനികളിലെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ സഹായിക്കുന്ന സ്ഥാപനങ്ങളാണ് അണ്ടർ റൈറ്റേഴ്സ്. സഹായിക്കുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുക. ഈ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പനിയും അണ്ടർ റൈറ്റേഴ്സും തമ്മിലൊരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരിനെ ഈ കമ്പനീനെ സഹായിക്കുന്നുണ്ട് അണ്ടർ റൈറ്റേഴ്സ്. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ ഈ കമ്പനിയുടെ ഷെയർസിൻ്റെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഷെയർസിൻ്റെ പ്രൈസ് എത്ര ആക്കണമെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഡിസ്കവറി ഫംഗ്ഷൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിൽഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫംഗ്ഷൻസൊക്കെ അവർ ചെയ്യും. അതുപോലെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനിക്ക് ഇവരിലൂടെ അല്ലെങ്കിൽ ഇവർ മുഖാന്തരം ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഇവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ അങ്ങനെ കമ്പനിക്ക് അവരിലൂടെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ സ്വരൂപിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ കമ്പനി ഇഷ്യൂ ചെയ്തിട്ട് ആ ഷെയർസ് ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ ആ ഷെയർസ് ഈ അണ്ടർ റൈറ്റേഴ്സ് വാങ്ങാമെന്നും അഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ കമ്പനികളിലെ IPO ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുക. ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗ്യാരണ്ടി ബൈ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. എന്തിനാണ്? ഫോർ ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്ത് കൊടുക്കുക എന്നാണ് ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. എന്ത് സെക്യൂരിറ്റിയാണ്? ഇഷ്യൂഡ് ബൈ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഒരു പബ്ലിക് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി. അപ്പോൾ ആ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിന് ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സ് വാങ്ങാമെന്നും അവർ അഗ്രി ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ടായിട്ട് താഴെ പറയുന്നുണ്ട്, അണ്ടർടേക്കേഴ്സ് എഗ്രി ടു ടേക്ക് അപ്പ് ന്യൂ ഇഷ്യൂ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി. അപ്പോൾ അണ്ടർടേക്കേഴ്സ് കമ്പനിയുടെ പുതിയ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് വാങ്ങാമെന്ന് അഗ്രി ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്നൊക്കെ പറയും. ഇത് പറഞ്ഞാൽ ഇതും ഒരു ഇക്വിറ്റി ഷെയർസാണ്. എന്നാൽ ഈ ഇക്വിറ്റി ഷെയർസ് കമ്പനി കൊടുക്കുക അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനാണ് കൊടുക്കുക. വാല്യുബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് പറയുമ്പോൾ ആ എംപ്ലോയീസ് കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ എക്സ്ട്രാ ഓർഡിനറി കഴിവ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള സ്കില്ല് യൂസ് ചെയ്തിട്ട് കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൂട്ടാൻ സഹായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ എഫക്റ്റീവ്ലി കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുക, അങ്ങനെ എന്തെങ്കിലും കമ്പനിക്ക് വാല്യുബിൾ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എംപ്ലോയീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരു റിവാർഡ് പോലെ കമ്പനി കൊടുക്കുന്ന ഇക്വിറ്റി ഷെയർസിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനീസിനും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വർക്കേഴ്സിനുണ്ട്. കമ്പനീസിന്
എംപ്ലോയീസിനെ സംബന്ധിച്ച് നല്ല സ്കില്ലുള്ള എംപ്ലോയീസിനെ കമ്പനിയിൽ നിലനിർത്താൻ പറ്റുന്നുണ്ട്. എംപ്ലോയീസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കൊരു ഓണർഷിപ്പും കിട്ടുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൽ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ഇത് എഴുതാം. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദയർ കോൺട്രിബ്യൂഷൻ. ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് എന്ന് മാറ്റിയിട്ട് എംപ്ലോയീസ് മാത്രം ഇതിലും കുഴപ്പമൊന്നുമില്ല. ഡയറക്ടേഴ്സും എംപ്ലോയീസ് തന്നെയാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് എഴുതിയാലും കുഴപ്പമില്ല. ഇനി അഡീഷണൽ പോയിന്റ്, ഹെൽപ്സ് ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ സ്കിൽഡ് പേഴ്സൺ ഇൻ കമ്പനി. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നിലനിർത്താനും പുതിയ ആൾക്കാരനെ അട്രാക്ട് ചെയ്യാനൊക്കെ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റൈറ്റ് ഷെയർസ്. ഇതൊരു കമ്പനി പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുന്ന ഷെയർസ്. അതിൽ നിന്ന് തന്നെ കുറച്ച് ഷെയർസ് അവർക്ക് ഓഫർ ചെയ്യും. അത് സാധാരണ ഡിസ്കൗണ്ടിലായിരിക്കും ഓഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഓഫർ ചെയ്യുന്ന ഷെയർസിനെയാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബോണസ് ഷെയർസ്. ഇതും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയർസാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഡിസ്കൗണ്ടിനല്ല, പകരം ഫ്രീ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റലൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അഡീഷണൽ എമൗണ്ട് കിട്ടുന്നില്ല. ഇവിടെ കമ്പനി ആക്ച്വലി ചെയ്യണത്, കമ്പനി യൂസ് ചെയ്യാത്ത റിസർവുകൾ എല്ലാ വർഷവും കമ്പനി ഒരു പോർഷൻ പ്രോഫിറ്റിൽ നിന്നൊരു പോർഷൻ റിസർവായിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അത് ഫ്യൂച്ചറിൽ അവർക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ റിസർവിനെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അഡീഷണൽ ഷെയർസ് കിട്ടുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു തരത്തിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് ലാർജ് റിസർവ്സ് എന്നൊരു അഡീഷണൽ പോയിൻ്റായിട്ട് പറയാം. കാരണം കമ്പനിക്ക് ഫണ്ടൊന്നും കിട്ടുന്നില്ല. കമ്പനി ഈ റിസർവിനെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ റിവാർഡഡ് ഫോർ ഷെയർ ഹോൾഡേഴ്സ്, അവർക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിന് റിവാർഡായിട്ട് കൺസിഡർ ചെയ്യും. അടുത്ത ടേമാണ് ഡിമെറ്റീരിയലൈസേഷൻ. അത് വേറെ ഒന്നുമല്ല, കൺവേർഷൻ ഓഫ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇറ്റ്സ് ഫിസിക്കൽ ഫോം ടു ഇലക്ട്രോണിക് ഫോം. ഈ ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടാവും. അത് ഒരു ഫിസിക്കൽ ഫോമിലാണ് കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ അതിനെ ഡിജിറ്റൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു റീമെറ്റീരിയലൈസേഷൻ ഉണ്ട്, ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. അത് നേരെ ഓപ്പോസിറ്റാണ്. ഇലക്ട്രോണിക് ഫോമിലുള്ളത് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലുള്ളതിനെ ഫിസിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ. ഈ 4ാമത്തെ ചാപ്റ്ററിലും 5ാമത്തെ ചാപ്റ്ററിലും കമ്പനിയുടെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കമ്പനിയിൽ എന്തൊക്കെ മീറ്റിങ്ങുകളുണ്ട്, അത് നടത്തേണ്ട പ്രൊസീജിയേഴ്സൊക്കെ എങ്ങനെയാണ്, അവിടെയുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, കമ്പനിയിൽ ഏതൊക്കെ എംപ്ലോയീസ് ഉണ്ട്, അതിൽ മെയിൻ അതോറിറ്റി ഉള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ ചാപ്റ്റർ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് ആണ്. കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുമ്പോൾ കമ്പനി എന്നുള്ളത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അതൊരു സെപ്പറേറ്റ് പേഴ്സൺ ആണെങ്കിലും ആർട്ടിഫിഷ്യലാണ്. സ്വന്തമായിട്ട് കമ്പനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ആളുകൾ വേണം. അതുപോലെ കമ്പനിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ കാര്യങ്ങളൊന്നും വന്നിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പല ആളുകളും പല സ്ഥലത്തായിരിക്കും, അതുപോലെ പല ജോലിയിലൊക്കെ ഏർപ്പെടുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സൊക്കെ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെന്നെ ഒരുമിച്ചിരുന്നിട്ട് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യും. അവരാണ് ഡയറക്ടേഴ്സ്. ഈ ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവുക. എല്ലാ ഇമ്പോർട്ടൻ്റായ ഡിസിഷൻസൊക്കെ അവരായിരിക്കും എടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഈ ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് ബോർഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു മാനേജർ ഉണ്ടായിരിക്കും, ഒരു മെയിൻ ആയിട്ടുള്ളൊരു ലീഡർ ഉണ്ടായിരിക്കും. അയാൾ കുറച്ചും കൂടി പ്രൊഫഷണലി കൈകാര്യം ചെയ്യാനൊക്കെ അറിയുന്ന ആളായിരിക്കും. അയാളെയാണ് മാനേജിങ് ഡയറക്ടർ എന്ന് പറയുക, MD എന്ന് പറയും. ഇനി ഇതിൽ ഡയറക്ടർ എന്താണെന്നാണ് ആദ്യം ഡിഫൈൻ ചെയ്യുന്നത്. ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആരാണ്, കമ്പനി മാനേജ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും വരിക. ആ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഡയറക്ടർ. ഡയറക്ടർ ആരാണെന്ന് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ എ പേഴ്സൺ ഹു ഡയറക്റ്റ്, കണ്ടക്ട്, മാനേജ്, സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദ ഫങ്ഷനിങ് ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ഫങ്ഷൻസൊക്കെ മാനേജ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ആൾ തന്നെ ഡയറക്ടർ. ആക്ച്വലി മാനേജ് ചെയ്യാൻ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസൊക്കെ തന്നെ ഇവിടെ പറയുന്നത്. ഡയറക്ഷൻ, സൂപ്പർവൈസ്,
കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ആലോചിച്ചാൽ മതി. മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്ന് ചിന്തിച്ചാലും മതി. അതൊക്കെ ചെയ്യുന്ന ആളാണ് ഡയറക്ടർ. ഇനി ലീഗൽ പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റോൾ ഓഫ് ഡയറക്ടേഴ്സ്, ഇത് എസ്സേക്ക് വരാറുണ്ട്. വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാം. പല റോളുണ്ട് ഡയറക്ടേഴ്സിന് കമ്പനിയിൽ. ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്, ആസ് ട്രസ്റ്റീസ്, ആസ് മാനേജിങ് പാർട്ട്നേഴ്സ്, ആസ് എംപ്ലോയീസ്. ആസ് ഏജൻറ്റ് എന്ന് പറയാൻ കാരണം കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. കമ്പനി വേറൊരു വ്യക്തിയാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നു, ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒരു ഏജൻ്റാണ് ഡയറക്ടർ. കമ്പനി ഒരു പ്രിൻസിപ്പാളാണ്. ആ ഒരു റിലേഷൻഷിപ്പിലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമുക്കറിയാം എന്തൊരു കാര്യം ഏജൻറ്റ് പ്രിൻസിപ്പാളിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് പ്രിൻസിപ്പളാണ്. ഇവിടെ അങ്ങനത്തെ തന്നെയാണ്. ഡയറക്ടർ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് കമ്പനിയായിരിക്കും. കാരണം കമ്പനിയാണ് ഇവിടെ പ്രിൻസിപ്പാൾ. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഡയറക്ടർ പ്രവർത്തിക്കുന്നത്. പിന്നെ ട്രസ്റ്റീസ് എന്ന് പറയുമ്പോൾ ഈ അസറ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതും ഏറ്റവും നല്ല രീതിയിൽ ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, ഡയറക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ആ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഡയറക്ടർ ആരാണ്, ഒരു ട്രസ്റ്റിയും കൂടിയാണ്. പിന്നെ മാനേജിങ് പാർട്ട്നേഴ്സാണ്, കാരണം പാർട്ട്ണറും കൂടിയാണ്. കമ്പനിയിലെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ കമ്പനിയുടെ ഒരു പാർട്ട്ണറും കൂടിയാണ്. പിന്നെ എംപ്ലോയിയാണ്. എംപ്ലോയി എന്ന് പറയാൻ കാരണം ഡേ ടു ഡേ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, സാലറിയൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഫുൾ ടൈം ആയിട്ട് തന്നെ ഡയറക്ടേഴ്സ് പ്രവർത്തിക്കുമ്പോൾ ഡയറക്ടേഴ്സിനൊരു എംപ്ലോയി ആയിട്ടും പറയാൻ പറ്റും. അടുത്തതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇത് കമ്പനി ലോ ഒക്കെ പറയുന്ന പോലെ തന്നെയാണ്. സെറ്റ് ഓഫ് റൂൾസും പ്രാക്ടീസസൊക്കെയാണ്. അതിലൂടെയാണ് കമ്പനി ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കമ്പനി ലോയും കോർപ്പറേറ്റ് ഗവേണൻസ് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ, കമ്പനി ലോ എന്ന് പറയുമ്പോൾ കുറേ റൂൾസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. കമ്പനികൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട, മിനിമം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെങ്കിലും ഫോളോ ചെയ്യണം. അതിൽ ഒരു കമ്പനി നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് ആ കമ്പനി ലോയിൽ പറയുന്നത്. പക്ഷേ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ കുറേ കാര്യങ്ങളൊക്കെ അവർ സ്വമേധയാൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നല്ലൊരു കമ്പനി ആവാൻ വേണ്ടിയിട്ട് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് പ്രവർത്തിക്കാനും വളരെ അക്കൗണ്ടബിളായിട്ട് പ്രവർത്തിക്കാനും നല്ല റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസൊക്കെ ഇതിൽ വരും. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ ഇതിൽ പറയുന്ന പോലെ സെറ്റ് ഓഫ് റൂൾസും പ്രാക്ടീസസാണ്. അതിലൂടെയാണ് കമ്പനി ഡയറക്റ്റ് ചെയ്യപ്പെടുകയും കൺട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. അതുപോലെ ആക്ട് 1992. സെബി എന്നുള്ളത് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന അപ്പെക്സ് അതോറിറ്റിയാണ്. അത് നിലവിൽ വന്ന വർഷം 1988. അതിനൊരു ലീഗൽ സ്റ്റാറ്റസ് കിട്ടിയത് 1992. ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നുള്ളത് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റിലാണ് കമ്പനീസ് അവരുടെ സെക്യൂരിറ്റീസ് ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്നത്, അതായത് IPO നടത്തുന്നത്. ഇപ്പോൾ ഷെയർസ് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും ബോണ്ട് ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അവിടെ വന്നിട്ട് ആൾക്കാർക്ക് അപ്ലൈ ചെയ്തിട്ട് അതിലൂടെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങാൻ പറ്റും. ഇനി ആ വാങ്ങിയ ആൾക്കാർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയും. അവിടെയും ഇങ്ങനെ ട്രേഡ് ചെയ്യുക, ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യണ ആ ഒരു പ്ലേസാണ് സെക്കൻഡറി മാർക്കറ്റ്. ഈ രണ്ട് മാർക്കറ്റും, ഈ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും കൺട്രോൾ ചെയ്യാണ് സെബിയുടെ ഡ്യൂട്ടി. സെബി അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ, അവിടെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള റൂൾസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട സിസ്റ്റം എന്താണ്, അവിടുത്തെ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ സെബി തന്നെയാണ് ഫ്രെയിം ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്നുള്ളത് ഈ ആളുകളൊക്കെ ഇൻവെസ്റ്റേഴ്സാണ്. ഇവിടെ ഒരുപാട് പേര് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങുമെന്ന് പറയുമ്പോൾ പണമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇൻവോൾവ് ആണ്. കുറേ പേർക്ക് നന്നായിട്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടാവും. ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അത്ര അവെയർ ആവില്ല. അപ്പോൾ ഈ അവെയർ അല്ലാത്ത ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് അവർ ചീറ്റ് ചെയ്യപ്പെടാണ്ടിരിക്കാൻ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി വന്നിട്ടുള്ളത്. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി മാർക്കറ്റ് ഡെവലപ്ഡ് ആയാലാണ് രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. കമ്പനീസിനൊക്കെ ഈസിലി ക്യാഷ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സെബിക്ക്
സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. സെബിയുടെ ഏതെങ്കിലും ആക്ഷനെതിരെ ആർക്കെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു അതോറിറ്റീനെയാണ് അപ്രോച്ച് ചെയ്യുക. സെബിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സെബിയുടെ ഡിസിഷൻസ് റിവ്യൂ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അതിനുള്ള അപ്പീല് ഈ ഒരു കോർട്ട് പോലത്തെ ഒരു ബോഡിയാണ്. അവിടെ പോയിട്ട് അവർക്കൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യും. അപ്പോൾ സെബിക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ഈ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഈ 5ാമത്തെ ചാപ്റ്റർ കമ്പനി മീറ്റിംഗ്സ്. ഇതിലെന്താണ് കമ്പനി മീറ്റിംഗ്സ്, ആ മീറ്റിങ്ങിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക, എന്തൊക്കെ ടൈപ്പ് മീറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഇവിടെ ഉള്ളത്, ഒരു മീറ്റിംഗ് വാലിഡ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ആദ്യം എന്താണ് അജണ്ട നോക്കാം. അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്ഡ് അറ്റ് എ ഫോർമൽ മീറ്റിംഗ്. അതായത് ഒരു മീറ്റിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മീറ്റിംഗ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. ആ ലിസ്റ്റിനെയാണ് അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ അതിന് മുമ്പ് മീറ്റിങ്ങിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ട ആൾക്കാർക്ക് ഒരു നോട്ടീസ് നിർബന്ധമായിട്ടും കൊടുക്കണം കമ്പനി മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ നോട്ടീസിൽ എന്താണ് അജണ്ട എന്ന് പറയണം, എന്തൊക്കെ ടോപ്പിക്സാണ് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്ന് പറയണം. അതിനെ വേറൊരു തരത്തിൽ പറയുമ്പോൾ ടോപ്പിക്സ് ടു ബി കവേർഡ് അറ്റ് എ ഫോർമൽ മീറ്റിംഗ് എന്നും കൂടെ പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തതാണ് ക്വാറം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ക്വാറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് വാലിഡ് ആവാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. മീറ്റിങ്ങിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ, ആ മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ ഒരു മിനിമം നമ്പർ പറയും. അത്രയെങ്കിലും ആൾക്കാർ വന്നാലാണ് ആ മീറ്റിങ്ങിന് ഒരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇനി അടുത്തതാണ് റെസൊല്യൂഷൻ. ഇവിടെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, ഒരു മീറ്റിംഗ് നടത്തുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ചർച്ച കഴിഞ്ഞിട്ട് അവർ എടുക്കുന്ന ആ ഒരു അവസാനത്തെ ആ തീരുമാനത്തിനെയാണ്, ആ ഒരു ഫോർമൽ ഡിസിഷനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് അവരൊരുപാട് ചർച്ചയൊക്കെ ചെയ്ത് വോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ആ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ആ ഒരു ചർച്ചയ്ക്ക് അവസാനം വോട്ട് ചെയ്തതിന് ശേഷം അവരെടുക്കുന്ന ആ ഒരു തീരുമാനത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഫോർമൽ ഡിസിഷനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഓഡിറ്റ് കമ്മിറ്റി. ഇത് കമ്പനികൾക്ക് അവർ ആനുവലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കറക്റ്റാണോ എന്ന് അത് റൂൾ പ്രകാരം, അക്കൗണ്ടിങ് റൂൾ പ്രകാരം തന്നെയാണ്, ഫെയർ ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് പുറത്ത് നിന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വന്നിട്ട് എക്സാമിൻ ചെയ്യണം, പരിശോധിക്കണം. എന്നിട്ട് ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ഡിക്ലറേഷൻ, ഇത് കറക്റ്റാണെന്നുള്ളൊരു ഡിക്ലറേഷനൊക്കെ വേണം. ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു ആക്ടിവിറ്റീനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഓഡിറ്റിംഗ് എന്നുള്ള ആ ഒരു ആക്ടിവിറ്റി കമ്പനിയിൽ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു കമ്മിറ്റീനെയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയാം. ഇനി അടുത്തതാണ് മിനിറ്റ്സ്. മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ ഒരു റിട്ടൺ റെക്കോർഡ് ഉണ്ടാക്കും. അതിലെന്തൊക്കെ നടന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ടൊരു റിട്ടൺ റെക്കോർഡ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഒഫീഷ്യലായിട്ടുള്ള റിട്ടൺ റെക്കോർഡ്. അതിനെയാണ് മിനിറ്റ്സ് എന്ന് പറയുക. അതിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത്, എന്തൊക്കെ ചർച്ചകൾ നടത്തി, ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, അവർക്ക് ഡെഡ് ലൈൻസൊക്കെ ഇത്ര സമയത്തിനുള്ള ടാസ്കുകൾ തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, അങ്ങനെ മീറ്റിങ്ങിൽ നടന്ന നിർണായകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒഫീഷ്യൽ റിട്ടൺ റെക്കോർഡ് ഉണ്ടാക്കും. അതിനെയാണ് മിനിറ്റ്സ് എന്ന് പറയാം. അടുത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇത് പബ്ലിക് കമ്പനീസ് അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ നിർബന്ധമായിട്ട് നടത്തേണ്ട ഒരു മീറ്റിംഗാണ്. ഒരിക്കലെന്ന് പറയുമ്പോൾ കമ്പനി ഫോം ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ ഈ ഒരു മീറ്റിംഗ് നിർബന്ധമായിട്ട് നടത്തണം. പബ്ലിക് കമ്പനികൾക്ക് നിർബന്ധമാണ്, പ്രൈവറ്റ് കമ്പനികൾക്ക് നിർബന്ധമില്ല. ഈ മീറ്റിങ്ങിൽ അവർ എന്തൊക്കെ ഇൻകോർപ്പറേഷന് മുമ്പുള്ള ട്രാൻസാക്ഷൻസും എന്തൊക്കെ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ മീറ്റിങ്ങിൽ പറയും. അതുപോലെ കമ്പനീനെ കുറിച്ചിട്ടുള്ള എല്ലാ ഒരു പ്രീ ഇൻകോർപ്പറേഷന് മുമ്പുള്ള എല്ലാ ഓവർവ്യൂസും പറയും. എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. അതുപോലെ ഫ്യൂച്ചറിൽ അവർക്ക് എന്തൊക്കെ
പ്രപ്പോസൽസ് ഉണ്ട്, എന്തൊക്കെ വിഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. കമ്പനി ഫോം ചെയ്തിട്ട് ഫസ്റ്റ് നടത്തുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് എ കമ്പനി എന്നും പറയാം. അടുത്തതാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക ബോർഡാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. അവരാണ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവുക. എന്നാൽ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർക്കും കമ്പനീനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനെയാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുക. അതിൽ കമ്പനിയുടെ പെർഫോമൻസൊക്കെ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിലൊക്കെ വോട്ടിംഗ് ഒക്കെ ആ മീറ്റിങ്ങിൽ നടത്തും. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടിയിട്ട് നടത്തുന്ന ഒരു മീറ്റിങ്ങിനെയാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് ആനുവൽ മീറ്റിംഗ് ഓഫ് എ കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ്. ആനുവൽ വർഷത്തിലൊരിക്കൽ നടത്തുന്ന കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. വെർ ഡിസ്കസ് അബൌട്ട് കമ്പനീസ് പെർഫോമൻസ് ആൻഡ് വോട്ട് ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. കമ്പനിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ വോട്ടിങ്ങും അവിടെ നടത്തുന്നുണ്ട്. അടുത്തതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇതിൽ പറയുന്നത് ഓൾ ജനറൽ മീറ്റിംഗ് അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്ത മറ്റെല്ലാ ജനറൽ മീറ്റിങ്ങിനെയും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയാം. ജനറൽ മീറ്റിംഗ് പറയുമ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സും ചേർന്നിട്ട്. അപ്പോൾ ആനുവലി നടത്തുന്നതിന് പുറമെ വേറെ എന്തെങ്കിലും ജനറൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽഡ് ബിറ്റ്വീൻ ആനുവൽ ജനറൽ മീറ്റിംഗ്, രണ്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയിൽ നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. ആനുവലി നടത്തുന്നതിന് പുറമെ അതിൻ്റെ മിഡിൽ ഒന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയും. അതെന്തിനാണ് നടത്തുന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ കിട്ടേണ്ട പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ വളരെ അർജൻറ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒപ്പീനിയൻ വേണം, വോട്ടിംഗ് ഒക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്തുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മൂന്നാമത് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി സിമ്പിളായിട്ട് വേണമെങ്കിൽ എഴുതാം, ടു ഡിസ്കസ് ഇനി അർജൻറ്റ് മാറ്റേഴ്സ്, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. മൂന്നാമത് എഴുതുന്നത് ഒന്നുകൂടി കുറച്ചും കൂടി വൃത്തിയിലുണ്ട്. ഇനി അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടു ഡിസ്കസ് ഇനി അർജൻറ്റ് മാറ്റേഴ്സ് എന്ന് പഠിച്ചാൽ മതി. പിന്നെ ഫസ്റ്റത്തെയും ഓൾ ജനറൽ മീറ്റിംഗ് അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. പിന്നെ ബാക്കിയുള്ള 2 പോയിന്റ് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. അടുത്തതാണ് പ്രോക്സി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രോക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിൻ്റെ ഒരു ഓതറൈസ്ഡ് ഏജൻ്റാണ്. അയാൾക്ക് ഏതെങ്കിലും മീറ്റിങ്ങിന് വോട്ട് ചെയ്യാൻ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്ക് പകരമായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ട് കമ്പനിയിലോട്ട് വിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന, മെമ്പർക്ക് വരാൻ പറ്റില്ലെങ്കിൽ അയാളുടെ പകരമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിനെ, ഒരു ഓതറൈസ്ഡ് ഏജൻറ്റിനെ പറയുന്ന പേരാണ് പ്രോക്സി. ഇനി 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഓർഡിനറി റെസൊല്യൂഷൻസ് ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻസ്. റെസൊല്യൂഷൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫോർമൽ മീറ്റിങ്ങിൽ എടുക്കുന്ന ആ ഒരു ഡിസിഷനെയാണ്, ആ ഒരു ഫോർമൽ ഡിസിഷനെയാണ് റെസൊല്യൂഷൻസ് എന്ന് പറയാം. ഇനി ഡിസിഷൻസ് എടുക്കുക മെമ്പേഴ്സിൻ്റെ വോട്ടിങ്ങിൻ്റെ ബേസിലായിരിക്കും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ചർച്ച ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുന്നുണ്ടാവുക. ഈ വിഷയങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. ഓർഡിനറി മാറ്റേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മാറ്റേഴ്സ്. ഓർഡിനറി പറയുമ്പോൾ അവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, എല്ലാ വർഷം ചെയ്യുന്ന വിഷയങ്ങളായിരിക്കും, എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. സ്പെഷ്യൽ പറയുമ്പോൾ പേര് പറഞ്ഞ പോലെ അത് വല്ലപ്പോഴൊക്കെ നടത്തുന്ന കാര്യങ്ങളായിരിക്കും, സ്പെഷ്യൽ നാച്ചുറൽ കാര്യങ്ങളായിരിക്കും. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ തീരുമാനം എടുക്കുന്നത് മൊത്തം എത്ര വോട്ട്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ 51% അല്ലെങ്കിൽ മുകളിൽ വോട്ട് കിട്ടിയ മാറ്റർ എന്താണോ, വോട്ട് കിട്ടിയ അഭിപ്രായം എന്താ ആണോ അതായിരിക്കും നടപ്പിലാക്കുക. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മൊത്തം വോട്ട്സിൻ്റെ 75% ഓർ മോർ, അല്ലെങ്കിൽ 3/4 വോട്ട്സ് ഏത് മാറ്ററിനാണോ കിട്ടിയിട്ടുള്ളത് അതായിരിക്കും ഫൈനൽ ഡിസിഷനായിട്ട് വരിക. ഏത് അഭിപ്രായത്തിനാണോ കിട്ടിയിട്ടുള്ളത് അതായിരിക്കും ഫൈനൽ ഡിസിഷനായിട്ട് വരിക. ഇനി അവസാനത്തെ ചാപ്റ്ററാണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി എന്ന് കൂടെ പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ കമ്പനി അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ നിർത്തിവെച്ച് കമ്പനി ഒഫീഷ്യലി അത് ക്ലോസ് ആയി എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഫോർമേഷൻ്റെ സമയത്തുള്ള പോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴുണ്ട്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനി ആദ്യം അവരുടെ ബിസിനസ്സൊക്കെ നിർത്തിവെക്കും. പിന്നെ കമ്പനിയുടെ അസറ്റുകളൊക്കെ വിൽക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് കൊണ്ട് ക്രെഡിറ്റേഴ്സിനെ സെറ്റ് ഓഫ് ചെയ്യും. പിന്നെ ഫൈനലി എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഫൈനലി അവർക്കുള്ള കോൺട്രിബ്യൂട്ടേഴ്സിന് കൊടുത്തിട്ട് കമ്പനി ഒഫീഷ്യലി ഇല്ലയെന്ന് ഡിക്ലെയർ ചെയ്യും. അതാണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഈ വൈൻഡിങ് അപ്പ് 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പും കമ്പൽസറി വൈൻഡിങ് അപ്പും. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സൊക്കെ ഒരുമിച്ചിരുന്നിട്ട് അവരെന്നെ മറ്റൊരാളുടെ എക്സ്റ്റേണൽ പാർട്ടിയുടെ സഹായം ഇല്ലാണ്ട്, അതായത് ട്രൈബ്യൂണലിൻ്റെ ഇടപെടലില്ലാണ്ട് ചെയ്യുന്ന വൈൻഡിങ് അപ്പ്. എന്നാൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് ചെയ്യുന്ന വൈൻഡിങ് അപ്പാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ചും അവർക്ക് അവരുടെ ഡെറ്റൊക്കെ പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക, തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും ട്രൈബ്യൂണലിൽ ഇടപെട്ടിട്ട് വൈൻഡിങ് അപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ ട്രൈബ്യൂണൽ ഇടപെട്ടിട്ട് ചെയ്യുന്ന വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സൊക്കെ ട്രൈബ്യൂണലിൻ്റെ സഹായം ഇല്ലാണ്ട്, ഇടപെടലില്ലാണ്ട് ചെയ്യുന്ന വൈൻഡിങ് അപ്പ്. അപ്പോൾ അതാണ് ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോൾ ഫോർമൽ പ്രോസസ്സാണ് ബൈ വിച്ച് എ കമ്പനി ക്ലോസസ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്യുന്ന ഡിസോൾവ്സ്. പിന്നെ ആ കമ്പനി നിലവിലില്ലാന്ന് ഡിക്ലെയർ ചെയ്യുക, അതാണ് ഡിസോൾവ്. പിന്നെ ആ കമ്പനി അങ്ങനൊരു പേഴ്സൺ ഇല്ല, ആ പേഴ്സൺ ഇല്ലാണ്ടായി, അത് ക്ലോസ് ആയി എന്നാണ് അവിടെ മീനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഓരോരോ പേഴ്സൺസിൻ്റെ ഫങ്ഷൻസ്, ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളുടെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, പലതിൻ്റെയും കണ്ടീഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്നും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത് അധികം 2 മാർക്സിനൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എസ്സേക്കൊക്കെ ഇൻട്രൊഡക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.